ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, ഇന്ന് നമ്മുടെ ഈ വീട്ടിൽ കുറെ കിടിലൻ ഗെയിമുകൾ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നിങ്ങളോട് പറയാം. ആ ഗെയിം അവസാനം പൂർത്തിയാകുന്നവർക്ക് ഒരു കിടിലൻ സമ്മാനം നമ്മൾ തന്നെ കൊടുക്കുന്നതാണ്. ഗൈസ് നോക്കൂ, അത് കണ്ടസ്റ്റ് ചെയ്യുന്നത് ആരാണ്? യെസ് ഗൈസ് നോക്കൂ, അതായത് നമ്മൾ 3 പേരാണ്. ഗൈസ് നോക്കൂ, ഞങ്ങളുടെ 5 റൂമിൽ 5 വെറൈറ്റി ഗെയിമുകൾ. ഗൈസ് നോക്കൂ, അതായത് 5 റൂമിൽ 5 ഗെയിമുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോന്നായിട്ട് നമ്മൾ കളിക്കാൻ വേണ്ടി പോവാണ്. ഗൈസ് നോക്കൂ, അതായത് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഗൈസ് നോക്കൂ, അതായത് ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നു ചലഞ്ചിങ് വീഡിയോ. ഗൈസ്, എൻ്റെ പേര് അഭിരാമി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ ഇന്ന് ഈ ഗെയിമിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് ആണ്. ഫസ്റ്റ് പ്രൈസ് എന്താണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. 5 ഗെയിമിൽ നമുക്ക് 5 എണ്ണം തൂക്കിയെടുക്കണം ഗൈസ്. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഗൈസ് നോക്കൂ, ഞങ്ങളുടെ ചാനലിലെ ആദ്യത്തെ ചലഞ്ചിങ് വീഡിയോ ആണ്. ഗൈസ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഗെയിമും എനിക്ക് ജയിക്കണം, ബാക്കി എല്ലാവരും ഒപ്പിക്കണം, പറ്റിക്കണം. ഗൈസ് നോക്കൂ, എനിക്ക് മാത്രമേ എനിക്ക് കളി ജയിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ഞാൻ നോക്കുന്നില്ല. ഗൈസ് ഈ ഒരു കളിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് എന്നാന്ന് ഇതുവരെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല. 5 ഗെയിം, അതായത് ഈ കളിയുടെ റൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 റൂമിൽ 5 ഗെയിം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 5 ഗെയിമിൽ 3 ജയിക്കുന്ന ഒരാൾ അവരായിരിക്കും വിജയ്, അല്ലെങ്കിൽ 5-ൽ 5 ജയിക്കുന്നൊരു വിജയ്. പക്ഷേ 2-3 ഒക്കെ ആണെങ്കിൽ എല്ലാവരും മേലോട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ മതി, കാരണം വീണ്ടും കളിക്കേണ്ടി വരും. ഗൈസ് നോക്കൂ, പിന്നെ ഇതിൻ്റെ ഒരു മേലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗെയിം പാസ്സാവുമ്പോഴും, അതായത് ഓരോ ഗെയിം ജയിക്കുമ്പോഴും അവൻ അനുഭവിച്ചായിരിക്കും പോകുന്നത്. കാരണം അങ്ങനത്തെ ഗെയിമാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ അടുത്ത കണ്ടസ്റ്റായ മിസ്റ്റർ ലിബിൻ, എൻ്റെ ശത്രു, എൻ്റെ എതിരാളി, ഈ ഗെയിമിൽ എൻ്റെ എതിരാളി, ഇതിന് മുന്നേ എൻ്റെ എതിരാളി സംസാരിച്ചായിരുന്നു, ഇനി എൻ്റെ അടുത്ത എതിരാളി സംസാരിക്കുന്നതാണ്. ഓ ഗൈസ് നോക്കൂ, യെസ് അവനോട് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം ഗൈസ്. ഓ ഗൈസ്, ഈ ഗെയിമിൻ്റെ അത് കളിക്കാതെ തന്നെ ഞാൻ തന്നെ വിജയിച്ചിരിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 3 പേരിൽ തന്നെ ഏറ്റവും ബുദ്ധിമാനും ഏറ്റവും ബുദ്ധിശാലിയും എല്ലാം ഞാനാണ്. എനിക്ക് എബിൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ട് 5 ഗെയിമുണ്ട്, 5 റൂമിലായിട്ടാണ് പറഞ്ഞ ഗെയിം. നമ്മൾ 3 പേരും ഒരുമിച്ച് നിന്നിട്ടാണ് ഗെയിം കളിക്കുന്നത്. 3 പേരെ അടിയിൽ കൂടെ ചതിച്ചിട്ട് വേണം നമുക്ക് 1ാം സ്ഥാനം അടിച്ചെടുക്കാൻ വേണ്ടി. ഗൈസ് നോക്കൂ, നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഈ കാണുന്ന ബലൂൺ ഒരാൾക്ക് 10 എണ്ണം വെച്ചിട്ടുണ്ട്. അതായത് ഇവന്റെ നിറം നീല, ഇവനൊരു നീലയാണ്, ബ്ലൂ, ഞാൻ മഞ്ഞ, അല്ല സോറി നീ പച്ച, ഇവൾ പച്ച, ഞാൻ മഞ്ഞ. ഗൈസ് നോക്കൂ, ഇങ്ങനെയാണ് ഞങ്ങളുടെ കളറുകൾ വരുന്നത്. ഗൈസ് നോക്കൂ, നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടൈം കൗണ്ട് ചെയ്യും. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് ഈ 10 ബലൂൺ ആരാണോ പൊട്ടിച്ചത്, നിങ്ങൾ പൊട്ടിക്കാൻ നിൽക്കണ്ട, ഞാൻ തന്നെ വിജയിക്കുള്ളൂ. ഒരിക്കലുമില്ല, ഇന്ന് വരെ ഞങ്ങളുടെ ഇതിന്റെ ഉള്ളിൽ ഒരു ഗെയിം തമ്മിൽ നടന്നിട്ടില്ല. ആ ഗെയിമാണ് നടക്കാൻ വേണ്ടി എല്ലാവർക്കും എന്നെ പേടിയായിട്ടാണ് ഇത് വെക്കാഞ്ഞേ അല്ലേ ഗൈസ്? അപ്പൊ നമ്മൾ ഫൈനലി നമ്മുടെ ഫസ്റ്റ് ഗെയിം നിങ്ങളോട് പറഞ്ഞു. ഇനിയും ഉണ്ട് 4 എണ്ണം കൂടെ, മൊത്തം 5 എണ്ണമാണ്. ഈ കാണുന്ന മെഴുതിരി നമ്മൾ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒറ്റ ഊതലിന് എത്ര മെഴുകുതിരി കെടുത്താൻ പറ്റുമോ, ഇത് മെഴുകുതിരി ഈ കാണുന്ന കാൻഡിൽസ് എത്ര എണ്ണം കടത്താൻ പറ്റുമോ, കടത്താനല്ല കെടുത്താൻ, സോറി ഗൈസ്, 50 എണ്ണം ഉണ്ട്. യെസ്, ഈ 50 എണ്ണം ഏറ്റവും കൂടുതൽ ആരാണ് കെടുത്തുന്നത് അദ്ദേഹം ഈ കാണുന്ന കളി വിജയിക്കുന്നതായിരിക്കും. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുമെങ്കിലും പ്രാബല്യത്തിൽ വരാൻ നേരത്ത് ഞാൻ കളി കൊണ്ടുപോകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഗൈസ്. ഇതാണ് നമ്മുടെ 2ാമത്തെ ഗെയിം എന്ന് പറയുന്നത്. ഈ ഗെയിമിന്റെ അത് കുറെ പ്രത്യേകത ഉണ്ട്. നമ്മൾ അതുകൊണ്ട് ഇത് നിങ്ങൾ സ്വന്തം ഉത്തരവാദിത്വം. അതല്ല, ഇത് എന്റെ ഒരു ചോദ്യമുണ്ട്, ഡൗട്ട് മാത്രമല്ല. ഇത് എല്ലാരും ഒരുമിച്ച് നിന്നിട്ടാണ് ഊതുന്നത്, എല്ലാരും സെപ്പറേറ്റ്?
അങ്ങനെ ഞാനാ വിജയിക്കുള്ളൂ. ഗൈസ്, അതായത് ഞാൻ പറഞ്ഞുതരാം, ഇത് സ്വന്തമായിട്ട് ഊതിക്കെടുത്തണം. അങ്ങനെ 3 പേരിരുന്ന് ഊതാനാണെങ്കിൽ നമുക്ക് പുറത്തിരുന്ന് അടുപ്പ് ഊതേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇത് സിംഗിൾ ആയിട്ടാണ് ഊതി ലെവലാക്കുന്നത്. ഇനി ഞങ്ങളുടെ 3ാമത്തെ ഗെയിം നിങ്ങളെ കാണിച്ചു തരാം. 1 കാണിച്ചു, 2 കാണിച്ചു, 3ാമത്തെ ഇനി അടുത്ത കാണിക്കാൻ വേണ്ടി പോന്നെ. യെസ് ഗൈസ്, ഇനി 3ാമത്തെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓ ഗൈസ് നോക്കൂ, ഇതാണ് നമ്മുടെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഗെയിം. യെസ്, നമ്മുടെ ഫൈനൽ ഗെയിം. ഓ ഗൈസ് നോക്കൂ, ഇത് എങ്ങനെ ടഫ് ആവുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാണുന്ന ഒരു ഫുൾ പാവക്ക മൊത്തം, അതേപോലെ ഈ കാണുന്ന ഒരു ഫുള്ള് തണ്ണിമത്തം മൊത്തം നമ്മൾ തിന്നു തീർക്കണം. ഗൈസ് നോക്കൂ, അതായത് ഈ കാണുന്ന ഈ ഒരു ചലഞ്ചിങ് വീഡിയോയിൽ, അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ചലഞ്ചിങ് വീഡിയോയിൽ ഞങ്ങളുടെ ലാസ്റ്റ് ഗെയിം ഇതാണ്. അതായത് ഈ കാണുന്ന തണ്ണിമത്തൻ, വാട്ടർമെലൻ അല്ലെങ്കിൽ വാത്തക്ക 5 കിലോ ഉണ്ട്. ഈ 5 കിലോ ഉള്ള ഈ വാത്തക്ക മൊത്തം തിന്നു തീർക്കണം. ഓ ഗൈസ്, ഇത് ഫൈനലി ആദ്യം തിന്നു തീർക്കുക ഞാൻ തന്നെയായിരിക്കും വിജയിക്കുന്നത്. ഈ കളി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിനുവേണ്ടി തയ്യാറെടുത്ത് വേണ്ടി നിൽക്കുന്നത്. അതായത് ഈ പാവയ്ക്ക മൊത്തം തിന്നു തീർത്തിട്ട് ഈ വത്തയ്ക്ക നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു രീതി ടൂൾസും ഇല്ല. കൈകൊണ്ട് അടിച്ചു പൊട്ടിച്ചിട്ട് വേണം ഇത് തിന്നാൻ വേണ്ടി. ഈ ഗെയിമിന്റെ പ്രത്യേക റൂൾ എന്ന് വെച്ചാൽ കൈകൊണ്ട് അടിച്ചു പൊട്ടിക്കുക മാത്രമേ ഉള്ളൂ, എറിഞ്ഞു പൊട്ടിച്ച് കഴിക്കാൻ പറ്റില്ല. പ്രത്യേകമായിട്ട് പറയാണ്, കാരണം ഇതിനൊരു പ്രത്യേകമായ ഒരു റൂളാണിത്. പിന്നെ വേറെ ഒരു റൂൾ കൂടെ ഉണ്ട്. ഈ പാവയ്ക്ക തിന്ന് തീർത്തിട്ട് മാത്രമോ ഈ കാണുന്ന ചുമപ്പ് തീർത്താൽ മതി കേട്ടോ, അല്ലാതെ ഇത് മൊത്തം തിന്നണ്ട. അതൊരു ഡൗട്ട്, ഇതിന്റെ അത് കുരു തിന്നണ്ടോ? ഇതിന്റെ ബിഹൈൻഡ് സീൻസ് ഇതിനകത്ത് കുരു തിന്നണമെന്നില്ല. ഇല്ല ഇല്ല, എല്ലാം നല്ല രസമായിരിക്കണം തിന്നുന്നത്. എന്ത് രസമായിരിക്കും അറിയാമോ? യെസ്, അപ്പം നിങ്ങള് യെസ് ഗൈസ് നോക്കൂ, അതായത് അപ്പൊ ഇന്നത്തെ ഗെയിം, അതായത് 3ാമത്തെ ഗെയിം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ആദ്യം ബലൂൺ, ആദ്യം ബലൂൺ കുത്തിപ്പൊട്ടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഊതിക്കെടുത്തണം. യെസ്, കാൻഡിൽ ഊതിക്കെടുത്തണം. 3ാമത്തെ ഗെയിം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും 4ഉം 5ഉം ഗെയിമും നിങ്ങളോട് പറയാം. ഗൈസ് നോക്കൂ, ഇതാണ് നമ്മുടെ 5ാമത്തെ ഗെയിം. 4ാമത്തെ ഗെയിം നമുക്ക് കണ്ടു കഴിഞ്ഞതാണ് നമ്മൾ ഓൾറെഡി. ഗൈസ്, ഇതാണ് നമ്മുടെ 3ാമത്തെ ഗെയിം. അതായത് നമ്മൾ ഈ ഗെയിമിൽ ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഈ കാണുന്ന ബലൂൺ നമ്മൾ ആദ്യം ഊതി വീർപ്പിച്ച് ഇത് നമ്മൾ മോളിക്ക് തട്ടണം. ആ മോളിക്ക് തട്ടിയപ്പോൾ ഇതിന് താഴത്തേക്ക് വീഴാതെ തന്നെ നമ്മുടെ കാണുന്ന ഈ 10 ബലൂൺ നമ്മൾ ചവിട്ടി പൊട്ടിച്ച്, അതായത് ഈ കാണുന്ന ബലൂൺ ഊതണം, അതെ, മേലോട്ട് പൊക്കണം, എന്നിട്ട് പൊട്ടിക്കണം. താഴോട്ട് വീഴരുത്. താഴോട്ട് ആ ബലൂൺ വീഴാനും പാടില്ല. അതാ താഴോട്ട് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗെയിമിന്റെ ഔട്ട് ആവും. നോ 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 നോ, അവര് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ? ഒന്നും കൂടെ പറ. ഈ ബലൂൺ നമ്മൾ വീർപ്പിക്കും. ഈ ബലൂൺ നമ്മൾ വീർപ്പിച്ച് ഇത് നമ്മൾ തട്ടും മോളിക്ക്. ആ തട്ടി ഇത് മോളി പോണ ടൈമിൽ വേണം നമ്മൾ ഈ താഴെ കിടക്കണം നമ്മുടെ ബലൂൺ പൊട്ടിക്കാൻ. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇത് താഴത്തേക്ക് എങ്ങനെ വീണാൽ നമ്മൾ ഔട്ട് ആവും. ഒരു ബലൂൺ പൊട്ടി. അപ്പൊ നമ്മുടെ അടുത്ത ഈ കാണുന്ന ഗെയിം നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലേ? നമ്മുടെ അടുത്ത ഗെയിം എന്നാന്ന് ചോദിച്ചാൽ ഈ കാണുന്ന 20 ഗ്ലാസ്, ഇത് നേരെ ബലൂൺ എന്നിട്ട് ഓക്കെ ആ സമയത്ത് തൊപ്പി തിരിച്ചു വെക്കണം, ഇല്ലേ പണി പാളും. ഇവനെ കറക്റ്റ് ഞാൻ നിന്നോട് പറഞ്ഞുതരാം. അതായത് ഗൈസ് നോക്കൂ, അതായത് ഈ കാണുന്ന ഗ്ലാസ്, ഈ കാണുന്ന ഒരു ബലൂൺ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ നിറയ്ക്കണം. അതായത് 3 പേരുടെ ഗ്ലാസ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ കിടക്കുന്ന ഗ്ലാസുകൾ മൊത്തം ഇവിടെ നിറച്ച് ടൈം വെക്കേണ്ടി വരും. ടൈം വെക്കാൻ അല്ല, എല്ലാരും ഒരുമിച്ച് കളിക്കേണ്ടി വരും. നിങ്ങളുടെ ആഗ്രഹപ്രകാരം നമുക്ക് കാര്യം എന്നാന്ന് ടൈം വെക്കാം. ഇത് സ്പീഡായിട്ട് എല്ലാരും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്, ഇവരെല്ലാം തോക്കും. അത് കാരണമാണ് ഇവർ കളിക്കാന്ന് പറയുന്നത്. ഞാൻ പറയാണ്, അല്ലല്ല ഗൈസ്, ചീട്ടുകളിലാണെങ്കിൽ ഞാൻ ചീട്ട് കളക്കലിക്കും. ക്യാരംസിലാണ് ഞാൻ ലിവിനും ക്യാരംസിന്റെ കോയിൻ അടിച്ചു മാറ്റും. അപ്പം ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളി മൊത്തം ഞാൻ തൂക്കും. നിങ്ങൾ എഴുതി വെച്ചോ, ഈ കളി ഞാൻ കൊണ്ടുപോയി. അപ്പം പറയാണോ, ഈ കളി ശീലമാക്കാനും അതായത് കണ്ടോ, ഈ കളി മൊത്തം ഞാൻ കൊണ്ടുപോകും. അപ്പം നേരെ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോകാം.
game start, guys. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ ഈ ഗെയിം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഐശ്വര്യപൂർവ്വം നമ്മുടെ ചാനലിലെ ആദ്യത്തെ ചലഞ്ചിങ് വീഡിയോ. അതായത് ലിബിന് ഈ കാണുന്ന 10 ബ്ലൂ ബലൂൺ പൊട്ടിക്കണം. അഭിരാമിക്ക് Green. യെസ്, ഈ കാണുന്ന 10 ഗ്രീൻ ബലൂൺ പൊട്ടിക്കണം. എബിനായ എനിക്ക് ഈ കാണുന്ന 10 യെല്ലോ ബലൂൺ പൊട്ടിക്കണം. മഞ്ഞ. ഗൈസ് നോക്കൂ, അപ്പം നമ്മുടെ കൗണ്ടിങ് എങ്ങനെയാണ് തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളിയിലെ എല്ലാ കൗണ്ടിങ്ങും തുടങ്ങാൻ വേണ്ടി പോകുന്നത് 1 നീ പറയും, അത് വേണ്ട, 3 ഞാൻ പറയാം. അപ്പൊ എനിക്ക് ആദ്യം പൊട്ടിക്കാലോ. ഞാൻ പറഞ്ഞുതരാം. 1 ഞാൻ പറയും, 2 നീ പറയും, 3 ലിപിൻ പറയും. അപ്പം 3 പറഞ്ഞ അല്ല 3 പറഞ്ഞ പൊട്ടിക്കാം. ഓക്കെ, റെഡി ആയിട്ട് പിന്നെ കൈ പിടിച്ചേ. അങ്ങനെയല്ല, എങ്ങനെ പിടിക്കുന്നത്? റെഡി? ഈ വരയെന്ന് വേണം ഓടാൻ വേണ്ടി. റെഡി അല്ലേ? റെഡി അല്ലേ? ഒരു എക്സാമ്പിൾ ആണ്, തുടങ്ങല്ലേ? 1 2 ഓക്കെ, കൈ കിട്ടി. റെഡി അല്ലേ? റെഡി അല്ലേ? റെഡി അല്ലേ? 1 2 3 ഗോ. ഒരു മിനിറ്റ് ഞാൻ തോറ്റു. അതെങ്ങനെ സംഭവിച്ചു? നീ എന്താ കാണിച്ചു? ഇങ്ങനെ കുത്തി ഇറക്കിയോ? ഒരു മിനിറ്റ്, എനിക്ക് ഇതുവരെ ഉറപ്പ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ബെല്ലും പോയിട്ടൊന്നുമില്ലോ. അടുത്ത ഗെയിമിന് കാണാം. ഗൈസ് നോക്കൂ, ആദ്യത്തെ ഗെയിം ഞാൻ തോറ്റുപോയി. ഇനി അടുത്ത ഗെയിമിൽ നമുക്ക് പിടിക്കാട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങളുടെ രണ്ടാമത്തെ ഗെയിം തുടങ്ങാൻ പോവാണ്. ആദ്യത്തെ കളി അത് എന്താ സംഭവിച്ചെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. എന്നാ ഗൈസ്, ഒരു ബലൂൺ തെറിച്ചു പോയതാണ്. ഈ കളി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബലൂൺ ഊതി വീർപ്പിച്ച് കെട്ടിയിട്ട് അന്തരീക്ഷം നിർത്തിയിട്ട് അവരവരുടെ കളർ നോക്കിക്കണം. നിന്റെ നീല, എന്റെ മഞ്ഞ, നിന്റെ പച്ച, എന്നിട്ട് ഇത് പൊട്ടിക്കലാണ്. അപ്പം നമ്പർ തുടങ്ങാം. നീ 1, നേരത്തെ നീ ഇപ്പം 3 പറഞ്ഞുകൊണ്ട് ജയിച്ചായിരിക്കാം. നീ ഈ പ്രാവശ്യം 3 ആയിക്കോ. അടുത്ത കളി ഞാനാ 3. അങ്ങനെയല്ല. റിമൂവ് അവർ ചപ്പൽ. പതിയെ ബലൂൺ തെറിച്ചു പോവേ. ഓക്കെ ബാബാ. റെഡി ഗൈസ്, നമ്മൾ ബലൂൺ ഊതുന്നു, ബലൂൺ ഊതി കെട്ടുന്നു, കെട്ടിയിട്ട് ബലൂൺ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിർത്തിയിട്ട് നമ്മൾ ഇത് ഓരോന്ന് പൊട്ടിക്കും. ഈ പൂച്ചകളെല്ലാം ഭയങ്കര ശല്യം കേട്ടോ. ഗൈസ് തുടങ്ങിക്കോ. അടില്ല. ഞാനൊന്ന് പിടിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും പറയാം. 1 ഞാനും ഒന്ന് പിടിക്കട്ടെ. 2 അയ്യോ, ഈ ഗെയിമിനകത്ത് എന്താണ് നടക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്താണ് അത് ഭയങ്കര അല്ല, അത് നീ ഒന്നും കൂടെ പിടിച്ചോ. ലൂസായില്ല, അടുത്തെടുക്കില്ല. ഗൈസ്, ഞാൻ ചെയ്തല്ലേ ശരി. എല്ലാരും കമന്റ് കൂടെ പറ. ദൈവാനത്തിന് ഇവൻ കള്ളക്കളി കളിച്ചു, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ല, ഈ പ്രാവശ്യം മേലോട്ട് നോക്കിയാൽ എനിക്കുണ്ട്. അപ്പം ആയില്ല. അബ്രാമി, ഈ റൂളിന്റെ അകത്ത് എന്തോരം നടക്കണം. എനിക്ക് സമയമില്ല, പെട്ടെന്ന് പറ. 1 ആയില്ല, പറഞ്ഞോണേ. 1 2 ഈ കളി അന്തരീക്ഷം നിർത്തിട്ടാട്ടോ. ഇതാ കണ്ട മക്കളെ, ഇതാ അന്ന് 1
അയ്യോ എന്താ അയ്യോ അയ്യോ അന്തരീക്ഷമുണ്ട് അയ്യോ ഞാൻ ജയിച്ചു. ഞാൻ തോറ്റുപോയി ഗായ്സ്. ഞാൻ രണ്ടാം സ്ഥാനം. ഈ കളിയിലും തോറ്റുപോയി. അല്ല കൈകളും പൊട്ടിക്കണോ? അയ്യോ ഞാൻ വിചാരിച്ച കയ്യിലുള്ള പൊട്ടിക്കണം. ഇതിന് എത്ര ബാലൻസ്? 1 2 3 4 5 ലിമിറ്റ് 6 ലിമിറ്റ് ബാലൻസ്. ഇവനെ ഇവൻ വേറെ ഏതൊക്കെയാ പൊട്ടിച്ചു. ഫൈനലി ഞാൻ ഈ കളിയും തോറ്റു. തോറ്റുപോയി. അഭിരാമി ജയിച്ചു, ലിബിൻ ജയിച്ചു, ഞാൻ തോറ്റു. ഇനി അടുത്ത ഗെയിമിൽ കാണാം. ഞാൻ 3 ഗെയിം തൂക്കുന്നു വിചാരിച്ചാ, പക്ഷേ ഞാൻ പൊട്ടിച്ച ബലു മാറിപ്പോന്ന് എനിക്ക് തോന്നുന്നു. എന്റെ കാലിലൊക്കെ വേണ്ടി എടുത്തു. അയ്യോ നെക്സ്റ്റ് ഗെയിം ഗൈസ് നോക്കൂ. ഫൈനലി നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ അതായത് ഈ കാണുന്ന ക്യാൻഡിൽസ് നമ്മൾ ഊതിക്കെടുത്തണം. ഏറ്റവും കൂടുതൽ ആരാണോ ഊതിക്കെടുത്ത് ഇത് മാറ്റി കേട്ടാ, ഇത് ഓൾറെഡി എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിന്റെ അകത്ത് ആരാണോ ഊതിക്കെടുത്തുന്നത് അയാൾ ഈ കളി. കേസ് പറയട്ടെ, ഏതായാലും ഏറ്റവും ആദ്യം മൊത്തത്തിൽ തോറ്റവരാദ്യം തുടങ്ങിക്കോട്ടെ. ജയിച്ചവർ ഇങ്ങോട്ട് മാറിയിക്കാം, ഇപ്പുറത്തോട്ട് നിന്നോ, ഇപ്പുറത്തോട്ട് നിൽക്കാം. ഞാൻ പറഞ്ഞാൽ തന്നെ ഊതിക്കും. ഈ കളി ഞാൻ എടുത്തു. നീ ഒരു കളിയല്ലേ ജയിച്ചുള്ളൂ, നീ ഒരു കളിയല്ലേ ജയിച്ചുള്ളൂ. കേക്ക് 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 നീ ഒരു കളിയല്ലേ ജയിച്ചുള്ളൂ, നീ ഒരു കളി ജയിച്ചു. ഞാൻ ഈ കളിയും തോക്കും. ഇങ്ങോട്ട് പൊസിഷൻ നോക്കിയ ഇങ്ങനെ നിന്നിട്ട് ഊതണം കേട്ടോ. ഒറ്റ ഊതലുള്ള ഞാൻ നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 എണ്ണം. ഓ മൈ ഗൈസ് 24 എണ്ണം. ഈ 24 എണ്ണത്തിൽ 25 ആക്കി ബീറ്റ് ചെയ്താ അടുത്ത ആൾ ജയിക്കും. ഞാൻ തന്നെ ഇപ്പൊ ബീറ്റ് ചെയ്യൂലോ, ഒന്നും നോക്കാം. ഞാൻ തന്നെ ഈ കളിയും തീറ്റ മത്സരവും അല്ല, മറ്റേ കപ്പും പിടിച്ച നമ്മൾ ജയിച്ചു. നിലവിൽ നടന്ന കളികളെല്ലാം തോറ്റു. ഇനി ഇതിന്റെ അവസ്ഥ എന്നാവെന്ന് അറിയത്തില്ല, ദൈവത്തിന് അറിയാട്ടോ. ഇത് എനിക്കുള്ളതാണ്, ഇതെനിക്കുള്ളതാണ്. സമ്മതിച്ചത്. ഞാൻ ഈ ഊതുമ്പോ ഞാൻ ഇങ്ങനെ വലിക്കും കിട്ടാതിരിക്കാൻ വേണ്ടി. ഗൈസ് പെട്ടെന്ന് തീ കൊടുക്കുക. എനിക്കിത് അറിഞ്ഞിട്ട് പെട്ടെന്ന് താമസം പറ്റുന്നില്ല. ഇത് എനിക്ക് പെട്ടെന്ന് അറിയണം ആര് തൂക്കും ജയിക്കും എന്നുള്ളത്. പ്രാണി പോലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നെ. എന്തായാലും ഞാൻ വിചാരിച്ചത് 5 ഗെയിമിലും ഞാൻ ജയിക്കും എന്നുള്ള കേട്ടോ. അതെ, കളി ഭയങ്കരമായിട്ട് പരാജയപ്പെട്ട് മെഴുകി കൊട്ടിക്കം കൊണ്ട്. ഗൈസ് നമ്മളെ ഞാൻ എല്ലാവരും പറഞ്ഞു ഈ കളി ഞാൻ ജയിക്കുമായിരിക്കും, 5 എണ്ണം നിങ്ങൾക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ. പക്ഷെ എല്ലാം കൂടെ ഞാൻ അങ്ങ് ആരാ എടുത്തത്? അഭിരാമി ചെയ്തോട്ടെ. ഞാൻ 24 എണ്ണമാണേ. 24. എന്താണെങ്കിലും എഡിറ്റ് ചെയ്യാൻ നീ തന്നെ എഡിറ്റ് ചെയ്യുന്ന. നിന്നോ നീ ഊത് നീയാ ചെയ്യുന്നത്. അല്ല നീ ചെയ്യേ. അല്ലേ കിട്ടുവേ ചെയ്. അതിന്റെ അപ്പുറത്തോട്ടൊന്നും പോണ്ട, എന്നാ പിന്നെ ഉമ്മ കൊടുക്കാലോ പോയിട്ട്. അല്ല ബേക്കോട്ടായില്ലേ ചെയ്യടീ സാ. അതില്ല, അത് കള്ളക്കളി. അല്ല നീ ഇതിൽ അങ്ങോട്ട് പോയേ. 1 2 3 4 5 6 7 8 9 10 11 12
13, 14, 15, 16, 17, 18, 19, 20, 21, 22, 20. ഇത് മുമ്പ് ഓ മൈ ഗോഡ്. അപ്പൊ 2 കളി ജയിച്ച് നീ ജയിച്ചു, 1 കളി പോലും ജയിക്കാതെ ഞാൻ പെട്ടു. ഇത് ഞാനിപ്പം തീർത്ത് തരാലോ. ഒറ്റ ഊരല്ലോ കേട്ടോ. ഇത് പിടിച്ച് ഇത് കത്തിച്ച്. ഇവനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണ്ടേ. നിസാരവൽക്കരിച്ച കേട്ടോ. ഇതപ്പൊ ആമയുടെ മോയിലിന്റെ കഥ പോലെ ഞാൻ ഇവരെല്ലാം സിമ്പിളായിട്ട് കണ്ടു. 1 കളി ജയിച്ചില്ലോടി ഞാന്. ആ ഇപ്പൊ 2. ഇപ്പൊ ഇവള് ജയിച്ചിരിക്കുന്നു. നീ ഇപ്പൊ 1, ഞാൻ 0. അയ്യോ ശേ, ആലോചിക്കാൻ പറ്റില്ല. എന്റെ ആരാധകർ എങ്ങനെ ക്ഷമിക്കും? ഇപ്പം ചേട്ടായിന്ന് വിളിക്കുന്നവർ ഇനിയിപ്പം അല്ല അപ്പൊ കേട്ടോ. സത്യം പറയുന്നതിനാല് കാണുമ്പോ ഇന്ന് നല്ല രസമായി. കളി തൂക്കും ഗൈസ്. തോറ്റു. എനിക്ക് വലിയ ലക്ഷ്യമൊന്നും കാണുന്നൊന്നുമില്ല. എത്രണ്ണമായി? നടുക്കത്തെ 3 കൂടെ കൊടുക്കാണ്ടേ. എന്നിട്ടോ ഗൈസ് സത്യം പറയാലോ, ഞാൻ വിചാരിച്ചില്ല ഇതിൽ കൂടുതൽ ബീറ്റ് ചെയ്യുന്നുള്ളു. പക്ഷെ ഐ ഡോണ്ട് നോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാ സംഭവം എന്നുള്ളത്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ തോറ്റു. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ലിബിൻ. അങ്ങനെയൊന്നുമില്ല, അവിടെ നിൽക്കട്ടെ. ഇതുകൂടെ ഇവിടെ വരെ പോയായിരുന്നു. ആ ഒറ്റ ഊതല്ലോ കേട്ടോ. 2ാമത് ഊതിന് നീ കളിയുടെ ക്യാൻസൽ ആയി. ഞാൻ ഇങ്ങനെ വെച്ചതാ, തോറ്റു പോയി. നീ വേണം തൊപ്പി തിരിച്ചു വെച്ചോ രാശിക്ക് വേണ്ടി. ഓക്കെ അത് കള്ളക്കളി കേട്ടാ. ഞാൻ ഇതും കെട്ടാൻ എന്നെ പിടിച്ച് വലിച്ചതാ. ഇതും കെട്ടാണ്. ഇത് പിടിച്ച് വലിച്ചിട്ട് പറ്റിയല്ല. ആദ്യത്തെ ബെല്ലും പൊട്ടിയിട്ട് തോറ്റു. അതും തേർഡ്. 6 മറ്റേതിന് 2nd 9 10 11 12 13 14 15 16 17 19 20. അതെ, മൊത്തം എത്ര ക്യാൻഡിൽസാ? 3 4 5 6 7 മൊത്തം എത്ര ക്യാൻഡിൽസാ? 49 അതില് ഇവന്റെ 9 എണ്ണം ബാക്കി. 40 ക്യാൻഡിൽസ് അവൻ ഇതാക്കി. നോക്കൂ, അതായത് കണ്ടോ, ഈ 3 കളി അല്ല, കളിയെങ്കിലും ജയിച്ചില്ല, അല്ലെങ്കിൽ ഞെളിഞ്ഞിക്കട്ടെ ഗൈസ്. ഈ 3 കളി ഞാൻ തോറ്റു. അടുത്ത കളി അല്ല, അതിന്റെ അടുത്ത കളി ഞാൻ പിടിക്കും. ഇപ്പൊ നിനക്ക് 2 അല്ലേ? നിനക്ക് 1 അല്ലേ? നെക്സ്റ്റ് കാണാം. ഈ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ ബലൂൺ വീർപ്പിച്ച് ഈ ഗ്ലാസ് എടുത്തിങ്ങനെ പൊക്കി പൊക്കി ഏറ്റവും കൂടുതൽ 1 മിനിറ്റിനുള്ളിൽ 1 മിനിറ്റിനുള്ളിൽ ഈ ബലൂൺ ഈ ഗ്ലാസ് മൊത്തം നമ്മൾ ഈ ബലൂൺ ഉപയോഗിച്ച് ടവർ പോലെ ആക്കുന്നത് ആരാണോ അവരാണ് വിജയിക്കുന്നത്. ഈ 2 കുട്ടികളും തോക്കുന്ന കുട്ടികളെ കളിയായിപ്പോയില്ല. ഗൈസ് ഇതാണ് നമ്മുടെ ടൈം. 1 മിനിറ്റാണ് സമയം. സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോണേ. ഇല്ല ആദ്യം ആരാ? ഓക്കെ, 2ാമത് നീ, 3ാമത് ഞാൻ. അല്ല നിക്ക് എവിടെയാ വെക്കണ്ടേ? ഇവിടെ. അപ്പൊ അവിടെ അടുത്ത് നിന്നാലും ഏറ്റവും പെട്ടെന്ന് ആവുള്ളൂ. ഓട്ടം തന്നെ. ഞാൻ നിക്ക് അവിടെ സ്പേസ് ആക്കണം. അല്ല സ്പേസ് അതല്ല, സ്പേസ് വേണ്ടേ? റെഡി. ഇത് ഞാൻ പറയുമ്പോഴേ ആയില്ലേ? കൈ പിടിക്കാവോ? എന്തിനാ കൈ പിടിച്ചിട്ട് ഊതാവോ? ഇല്ല, പറ്റൂല. ഇങ്ങനെ കൈ പിടിക്കണം. ഓക്കെ റെഡി, സ്റ്റാർട്ട്. 1 2 1 മിനിറ്റ് നിന്റെ മുമ്പിലുള്ളൂ കൂട്ടി. 1 മിനിറ്റിനുള്ളിൽ നീ തീർക്കണം. 17 സെക്കൻഡാ. 24 26
27 28 30 ആ ആ ആ 37 38 40 40 40 45 46 അതില്ല അതില് കാര്യമില്ല ആ അത് താഴെ പോയത് 46 നിർത്തി താഴെ പോലെ നിർത്തി ആ നീ 1 മിനിറ്റ് നീ സ്കോർ ചെയ്തില്ല കേട്ടോ. 57 സെക്കൻഡിനുള്ളിൽ നീ എത്ര ക്ലാസ്സാണ് എനിക്ക് അഭിരാമി? അടുത്ത ഞാൻ കേട്ടോ. ഇല്ല ഇല്ല ആ മൊത്തം തീരണം. അങ്ങനെയല്ലേ എണ്ണത്? ഇല്ല ഇല്ല പുറത്തു പോയിട്ടില്ല. ഓക്കെ 5 6 സ്റ്റോപ്പ് 7 8 9 10 11 13 14 കേട്ടോ. നിന്റെ ബലൂൺ നീ 14 പിടിച്ചോ. ഏത് ചതിയിൽ കൂടിയാണ് തോപ്പിക്കണം. പിന്നെ ചിഞ്ചുറാണിക്ക് പിന്നെ എന്നാക്കിയാ വേണ്ട? ചിഞ്ചുറാണി ഇപ്പൊ നോക്കാൻ വേണ്ടി പോകുന്ന. നിന്റെ ബലൂൺ എന്തിയെ? നിന്റെ ബലൂൺ എന്തിയെ? എടുത്തോ. റെഡി റെഡി ഇല്ല റെഡി അല്ലേ? 1 മിനിറ്റ് ആണ്. റെഡി റെഡി സ്റ്റാർട്ട്. 1 പുറത്തു പോയി താഴെ പോയാ താഴെ കൂട്ടൂല കേട്ടോ മോളെ. ഇത് കളി ജയിച്ചു കേട്ടോ. അല്ല അതിൽ സെക്കൻഡുകളുണ്ട്. എത്ര സെക്കൻഡുകളിൽ തീർക്കുന്ന നോക്കണം. അതിനെ ഞാൻ ബീറ്റ് ചെയ്ത് ഞാൻ ജയിക്കും. 22 താഴെ പോയി. അല്ല 25 ഇത് കള്ളക്കളിയാ. അല്ല നിക്കട്ടെ ഇത് കള്ളക്കളിയാ. ഇവിടെ വെക്കണോ ഇവിടെ ഇതെല്ലാം കൂടെ എടുത്തോ. അത് കൂട്ടണ്ട. അല്ല അത് എടുത്തെടുത്ത് വെക്കാം. ഇത് ജാതിയാ. അങ്ങനെയെങ്കിലോ ഇത് ജാതിയാ. 29 ജാതിയാ ഗൈസ്. ഈ ഗെയിമിൽ ഞാൻ സമ്മതിക്കൂല ഗൈസ്. ഇത് 46 ഇത് ചതിച്ചതാ ഗൈസ്. 48 ചതിയേ 52 പിന്നെ ചതിച്ചു ഗൈസ്. ജയിച്ചേട്ടാ. 1 മിനിറ്റ് 70 സെക്കൻഡ് ആയല്ലോ. അതാ നിർത്തി. അതിന് നിർത്തിയതാ. നിർത്തി പിന്നെ മാറിക്കാൻ അങ്ങോട്ട്. നിന്നെ തോറ്റ് തുന്നം പാടിയിരിക്കുന്ന ഞാൻ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 19. ഇനി ഞാൻ പോലെ ഇതിന്റെ അകത്തൊരു ഫോൾട്ട് പിടിച്ചോ. ഇതിന്റെ അകത്തൊരു ഫോൾട്ട് കളിയാണ്. നീ നിന്റെ ഗെയിമിംഗ് സ്ട്രാറ്റജി വെച്ച് നീ കളിക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. 1 2 3 സ്റ്റാർട്ട്. പോരട്ടെ പോരട്ടെ പോരട്ടെ. ജയിക്കണം. കിട്ടൂടാ കിട്ടും കിട്ടും. താഴ്പോലെ 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 ഇവനെ. മൊത്തം ഒരുമിച്ചാക്ക. ഈ കളി തോറ്റായിരുന്നേ നാറിയാണ്. ഈ കളി തോറ്റായിരുന്നുണ്ടല്ലോ പിന്നെ എവിൻ ചേട്ടനെ എല്ലാരും എവിൻ നാറി. ദൈവമേ അഭിമാനം രക്ഷിച്ചു. ഒരു കളി ഞാൻ വിചാരിച്ചോണ്ടല്ലോ 5 കളിയും ജയിച്ച് ഇവരെ കളിയാക്കാലെന്ന് വിചാരിച്ചു. പക്ഷെ തോറ്റ് തുന്നം പാടിപ്പോയിന് നിന്റെ അപ്പൻ. ബഹുമാനം വേണോട് അപ്പനോട് സ്വന്തം അപ്പോട്. അയ്യോ ഗൈസ് ഇവൻ അമ്മ പ്രേമിയാട്ടോ. ഫൈനലി ഒരു കളി ജയിച്ചു. ഇനി ഗൈസ് നോക്കൂ ഗൈസ് ഈ കളി ഇനി അടുത്ത കളീൻ്റെ അത് പിന്മാറുന്നവരുടെ മൊത്തം പോയിന്റ് പോകും കേട്ടോ. യെസ് ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ഗെയിം. ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ മൊമെന്റ് ഗൈസ്. അതായത് നമ്മളങ്ങനെ നമ്മുടെ അവസാനത്തെ ഗെയിം
കളിക്കാൻ വേണ്ടി പോവാണ്. ഇത്രയും ഗെയിമിൽ ആരൊക്കെ എത്ര പോയിന്റ് എത്ര കളി ജയിച്ചാലും ഇത് ഡബിൾ ഗെയിമാണ്. അതായത് ഈ ഗെയിമിന്റെ പ്രത്യേകത 1, 2. ഇത്രയും നേരം നിങ്ങൾ കളി ജയിച്ചെങ്കിൽ അതിന് നിങ്ങൾക്ക് 1 പോയിന്റ് വെച്ച് കിട്ടിയിട്ടുള്ളൂ. യെസ്, ശ്രദ്ധിക്കുക. ഒന്ന് കേൾക്കൂ, നീ 1, 2, 3 എന്ന് പറയുമ്പോ സ്റ്റാർട്ട് ചെയ്യും. ഈ പാവയ്ക്ക കഴിച്ചിട്ട് കേക്ക്, ഈ പാവയ്ക്ക കഴിച്ചിട്ട് മൊത്തം തീർന്നിട്ട് കേക്കൂ, ഇത് തീർന്നിട്ട് ഇത് കൈകൊണ്ട് തല്ലി പൊളിച്ചാണ് നമുക്ക് തിന്നേണ്ടത്. എങ്ങനെ? ഇത് വാട്ടർമെലല്ലേ? ഒരു കോമ്പിനേഷൻ. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. ഞാൻ വിട്ടു. ഇങ്ങനെ ഉണ്ടാവില്ല. നീ അവിടെ കള്ളക്കളി കളിച്ച് ഇപ്പോഴും കള്ളക്കളി കളിക്കാൻ വേണ്ടിയാ. ഇത് മൊത്തം നിന്നോടാണ് സംഭവം. മറ്റേത് പറഞ്ഞ് നീ വെച്ചിട്ട് ഊതിയിട്ട് അവിടെ തന്നെ വെക്കണതാണ്. അതുകൊണ്ട് നീ പറഞ്ഞു ഊതിയെടുത്തു. ഇത് മറ്റൊരു ഇത് മൊത്തം തിന്നണം. ഇല്ല 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 ഞാൻ കുറ്റത്, ഞാൻ തോറ്റെന്ന് ഞാൻ സമ്മതിച്ചു. എന്റെ വീട് പോയിട്ട് തോപ്പിച്ചല്ലേ? അല്ല, നീ മൊത്തം തിന്നെ. കളിയുടെ റൂൾ എങ്ങനെയാ കേക്കു? ഇത് തിന്നിട്ട് കേക്ക്. അതെ കേക്ക് ഗൈസ് നോക്കൂ. അതായത് ഈ കളിയുടെ റൂൾ എന്ന് വെച്ചാൽ ഈ പാവയ്ക്ക തിന്നതിന് ശേഷം ഇത് പൊട്ടിക്കുക എന്നുള്ളതായിരുന്നു. 3 പേർക്കും സാധിക്കാത്തതുകൊണ്ട് കളി 3 പേരും തോറ്റു. അപ്പം 3 പേരും തോറ്റു കഴിഞ്ഞാൽ ഇവരൊക്കെ എടുത്ത പോയിന്റ് ക്യാൻസൽ ആയി പോയി. അപ്പം ആർക്കും പേടിക്കണ്ട, ഇവരെല്ലാരും തോറ്റുപോയി. അപ്പൊ ഞാനും തോറ്റു. അതായത് ഈ കളിയുടെ എന്ന് വെച്ചാൽ പാവയ്ക്ക തിന്നാൻ പറ്റിയില്ലെങ്കിൽ ഈ കളി ആണോ? അത് പോയി അത് കേൾപ്പിച്ചത്. ഞാൻ കളിയിൽ പ്രത്യേകം പറഞ്ഞായിരുന്നു ഈ ഗെയിം പൂർത്തിയാക്കാൻ പറ്റില്ല, കിട്ടിയ പോയിന്റ് പോകും. അങ്ങനെ എല്ലാരും സന്തോഷവാനായി. എനിക്ക് അധികം സന്തോഷം. ഈ കളി അങ്ങനെ എല്ലാരും തോറ്റു. അങ്ങനെ ഈ ഗെയിമിൽ എല്ലാരും പോയിന്റ് ഇല്ലാതെ എല്ലാരും പിരിച്ചു വിട്ടിരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, ഗുഡ് ബൈ, ബൈ ബൈ.